അപകടകരമായ ഒരു സാഹചര്യം തൃത്താലയിലുണ്ട്. ആ തൃത്താലയിലുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൈനോറിറ്റി വോട്ട് കൺസോളിഡേഷൻ 51% ഒരു മണ്ഡലത്തിൽ അത് UDF ഫേവറായി അവിടെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ VT ബൽറാമിന് വിജയസാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും രാജേഷിന് നേരിയ വോട്ടിൽ പരാജയപ്പെടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ആ മണ്ഡലത്തിൽ നോക്കൂ, വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് MP രാജേഷ് പരമാവധി അവിടെ വോട്ട് പിടിക്കാൻ ശ്രമിച്ചത്. ആ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വ്യത്യസ്ത തരം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അതേസമയം മറുപക്ഷം എന്താണ്? പാലക്കാട് ഡീൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചാ വിഷയമാക്കി, അവിടെ മൈനോറിറ്റി വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റും മറുഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൃത്താല മണ്ഡലത്തിൽ വികസന ഫെസ്റ്റ് നടത്തിയ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഓരോ പഞ്ചായത്തിലെയും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചു. സമാനമാണ് കേട്ടോ കൊട്ടാരക്കരയിലെ കാര്യവും. പക്ഷേ തൃത്താലയിൽ ഒരു വളരെ ടൈറ്റ് ഡ്രോപ്പ് വാക്ക് എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലവിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തൃത്താല, നേമം, കണ്ണൂർ, ദെൻ അഹമ്മദ് ദേവർ കോവിലിൻ്റെ കോഴിക്കോട് സൗത്ത്, പിന്നുള്ളൊരു മണ്ഡലം തിരൂരിൽ നമ്മുടെ വി അബ്ദുറഹ്മാൻ്റെതാണ്. വി അബ്ദുറഹ്മാൻ താനൂരിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. കാര്യം അവിടെ കരുത്തനായ പോരാളിയാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നത് യൂത്ത് ലീഗിൻ്റെ മുഖമാണ് PK നവാസാണ്. അവിടെ താനൂരിൽ അത്ര സേഫ് അല്ല എന്നതുകൊണ്ട് തന്നെയാണ് തിരൂരിലേക്ക് വി അബ്ദുറഹ്മാൻ ചോദിച്ചു വാങ്ങിയത്. തിരൂർ സേഫ് ആയതിൻ്റെ കാരണം തിരൂരിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വെൽ കണക്റ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് കുടുംബ വോട്ട് മാത്രമല്ല, അദ്ദേഹം അവിടെ നഗരസഭയുടെ തന്നെ വൈസ് ചെയർമാനായിട്ട് കൂടി പ്രവർത്തിച്ചിരുന്ന മണ്ഡലമാണ്. അപ്പോൾ തദ്ദേശ സ്ഥാപനത്തിൽ കൂടി പ്രവർത്തിച്ച പരിചയം വി അബ്ദുറഹ്മാൻ അവിടെയുണ്ട്. അപ്പോൾ ആ മണ്ഡലം തനിക്ക് കൈവെള്ളയിൽ അറിയാമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. മറുഭാഗത്ത് നിൽക്കുന്ന എതിരാളിയുടെ ദൗർബല്യങ്ങളും തിരിച്ചറിയാമെന്ന് അബ്ദുറഹ്മാൻ അറിയാം. അതാണ് അബ്ദുറഹ്മാൻ അവസാന നിമിഷം എതിരാളിക്ക് 7000 വോട്ടിന് ലീഡേ ഉള്ളൂ. അത് തൻ്റെ സാന്നിധ്യം കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അത്ര സേഫായൊരു മണ്ഡലമല്ല വി അബ്ദുറഹ്മാനെ സംബന്ധിച്ച് തിരൂർ എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പം അതുകൊണ്ട് തന്നെ ഈ 6 പേരുടെ കാര്യത്തിൽ പ്രവചനാതീതമായ ഒരു ഫലമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്.